ഞാൻ ഈ ഇൻ്റർവ്യൂ തന്നെ അൻസിബയുടെ നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരു റിപ്പോർട്ട് കണ്ടാണ് ഞാൻ പ്രതികരിക്കുകയാണ്. കാരണം ഇത്രയും ആത്മാർത്ഥയായിട്ട് അമ്മയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അൻസിബ. എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് അവരിങ്ങനെ എക്സ്പ്ലോഡ് ചെയ്തു? അതിനെന്തെങ്കിലും കാര്യമുണ്ടാവും. അവർ സ്ട്രെസ് ചെയ്യുന്ന 10-15 പോയിൻറ്റ്സ് എല്ലാം വളരെ വാലിഡ് പോയിൻറ്റ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ച ഉടനെ സംസാരിച്ചത്. ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് എടുത്ത് തിരിച്ച് നോക്കണം. അതിനൊരു ട്രസ്റ്റ് ഉണ്ടോ, അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന്. ഓരോ പോയിന്റ്സ് വെച്ച് നോക്കിയാലേ ഇതിനൊരു ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ. അൻസിബ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ജിഹാദി എന്നുൾപ്പെടെ ഒരു മത തീവ്രവാദിയായി ഉൾപ്പെടെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത്. ഏതായാലും ആ വിഷയം ഇനി എന്ത് തന്നെയായാലും അമ്മ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് അഭിപ്രായം, അല്ലേ? ആ സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അൻസിബ പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് കൂടുതൽ പോകാൻ താല്പര്യമില്ല. പക്ഷേ എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇവരിൽ ഉള്ളിൽ ഉള്ള കോൺഫ്ലിക്റ്റ് അത് വെളിയിൽ വന്നു കഴിഞ്ഞു. അപ്പം നമുക്കൊരു ട്രസ്റ്റ് എലിമെൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ട്രസ്റ്റ് എലിമെൻറ്റ് പോയി. ഓരോ കാര്യങ്ങളും ഉച്ചരിക്കുമ്പോഴും അതിനായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിൻറ്റ്സ് എൻ്റെ അത് കാണുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ, ഇപ്പോൾ നമ്മുടെ ഒരു കുടുംബം നടക്കുമ്പോൾ 10 പേര് സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സണൽ സാധനം അവിടെ വെച്ച് തീർക്കാൻ പറ്റാത്തപ്പോഴാണ് ആ രഹസ്യം പരസ്യമാവുന്നത്. അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ മെമ്പേഴ്സാണ്, ഞങ്ങൾക്ക് റിസൾട്ട് വേണം. ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൈയും കൊടുത്തിട്ട് പോകുന്നതല്ല. ദർ ഇസ് സംതിങ്, ഒരു പുണ്യതയുണ്ട് എൻ്റെ അകത്ത്, ഒരു വെൽഫെയർ ഉണ്ട്. വെൽഫെയർ ക്രീമാണ്, അല്ലാതെ ഒരു താരരാജാവിൻ്റെ മാത്രമല്ല. എന്നെപ്പോലെ ഒരു സിനിമയില്ലാത്ത സിനിമാക്കാരുടെ ഒരു സംഘടന കൂടെയാണ് അമ്മ. അപ്പോൾ ആ സംഭവത്തിൽ നമ്മളെ ഒരിക്കലും വിട്ടുകളയരുത്. അതിൻ്റെ കോറ് വരെ പോകണം. എന്താ സംഭവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മുടെ മെയിൻ ആൾക്കാർ തന്നെ, പഴയ നിന്ന ആൾക്കാർ തന്നെ വരണം.